ഹായ് ഹലോ നമസ്കാരം. ഞാൻ അജേഷാണ്. നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാത്തൊരു കാര്യമുണ്ട്. ഒരു ഓർഗൻ ഡോണർ അല്ലെങ്കിൽ ഒരു ഓർഗൻ റിലേറ്റഡ് അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവയവ മാറ്റവും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മളെ ഹെൽത്ത് ഇൻഷുറൻസിൽ എത്ര പൈസ കവർ ചെയ്യും തുടങ്ങിയ കാര്യങ്ങളൊന്നും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. നമ്മൾ ഇപ്പം നമുക്കറിയാം, ഒരു അവയവ മാറ്റ ശസ്ത്രക്രിയക്ക് വേണ്ടി വന്നു കഴിഞ്ഞാൽ മിനിമം ഒരു 25 ലക്ഷമൊക്കെ നമ്മൾ പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ടാവും. അതല്ലെങ്കിൽ അതിന് മുകളിലേക്കാണ് ആ റേറ്റ് കാര്യങ്ങളെല്ലാം ഉള്ളത്. അപ്പം നമ്മൾ പലപ്പോഴും വിചാരിക്കും നമുക്കൊരു ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ നമുക്കത് പ്രശ്നമില്ലല്ലോ എന്നുള്ളത്. പക്ഷേ ഈ ഹെൽത്ത് ഇൻഷുറൻസിനകത്ത് എല്ലായിടത്തും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എത്ര രൂപയാണ് കവർ ലിമിറ്റ്? അതായത് ചില പോളിസികളിൽ നിങ്ങൾ പോളിസിയുടെ ഡോക്യുമെൻറ്റ്സ് വായിച്ചാൽ കാണാം, 5 lakhs വരെ, അപ് ടു 5 lakhs തന്നെ എഴുതിയിട്ടുണ്ടാവും. ഓർഗൻ ഡോണർ എന്നുള്ള ഏരിയനകത്ത് അപ് ടു 5 lakhs എന്ന് എഴുതിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അപ് ടു 3 lakh എഴുതിയിട്ടുണ്ടാവും. ചിലപ്പോൾ നമ്മളെ പോളിസി കവറേജ് 20 lakhsോ 25 lakhsോ ആയിരിക്കും. പക്ഷെ അതിനകത്ത് ഓർഗൻ റിലേറ്റഡ് അസുഖങ്ങൾക്ക് 5 lakh എന്നുള്ള ഒരു ലിമിറ്റ് വെച്ചിട്ടുണ്ടാവും അവർ. അപ്പം നമ്മൾ പോളിസി എടുക്കുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്, ഓർഗൻ ഡോണർ അല്ലെങ്കിൽ ഓർഗൻ റിലേറ്റഡ് ട്രാൻസ്പ്ലാന്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സം അഷ്യൂർഡ് എത്രയാണോ അത്ര തന്നെ കവറേജ് അതിന് ലഭിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഉറപ്പുവരുത്തേണ്ടതാണ്. അത്തരത്തിലുള്ള പോളിസികൾ നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ. കാരണം വെച്ചാൽ നമുക്കറിയാം, ഇതിൻ്റെ ബില്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എമൗണ്ട് ആണ് വരുന്നത്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഇൻഷുറൻസ് റിലേറ്റഡ്, ലൈഫ് ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ്, അല്ലെങ്കിൽ ഏതെങ്കിലും സേവിങ്സ്, ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീംസ് കാര്യങ്ങളെക്കുറിച്ച് സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ നമ്മളെ നമ്പർ കാര്യങ്ങളുണ്ട്, നിങ്ങൾക്ക് അതിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ സജഷൻസ് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞുതരാം. ഓക്കെ. താങ്ക് യു.